ശ്രീകുമാർ മനയിൽ കോൺഗ്രസിലും UDF-ലും ഇപ്പോൾ രാഹുലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളും സേഫാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ നിലയ്ക്കുള്ള അരങ്ങൊരുക്കമുണ്ടെങ്കിൽ അടുത്ത തവണയും പാലക്കാട് രാഹുലിന് തന്നെ സീറ്റ് കിട്ടും. കോൺഗ്രസ് പുറത്താക്കി, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പിന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ്, ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനം പറയാം, അതല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാം എന്നുള്ളതിനപ്പുറത്ത് ഇൻ എഫക്റ്റ് അത് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ കേസുകൾ എങ്ങനെ വരും എന്നുള്ളത് ഞാൻ പ്രവചിക്കാൻ ആളല്ല. പക്ഷേ റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ്, സ്ട്രോങ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ് ഉണ്ടായില്ല എങ്കിൽ, ആ കംപ്ലൈൻറ്റിനെ അനുപൂരകമായ വിധത്തിൽ കൃത്യമായ മൊഴി നൽകിയിട്ടില്ല എങ്കിൽ കേസ് വിജയിക്കില്ല. കേസ് കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും പൂർണ്ണമായും ഈ ഇവിടെ ചെറുപ്പക്കാരി കൺവിൻസ്ഡ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊടുത്തേക്കുമെന്ന സൂചന ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ കേസുകൾ വന്നില്ലെങ്കിൽ രാഹുലിനെ സേഫാക്കാൻ കോൺഗ്രസിനകത്ത് രാഹുലിനെ സംരക്ഷിക്കേണ്ട, രാഹുൽ സംരക്ഷിക്കപ്പെടേണ്ടവനാണ് എന്ന് വിചാരിക്കുന്ന നേതാക്കൾക്ക് കഴിയില്ലേ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പറയുന്ന പോലെ കേസുകൾ വന്നില്ല എങ്കിൽ ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചൊരു രാഷ്ട്രീയ അന്തരീക്ഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതിനെയും അദ്ദേഹം ഒരു പക്ഷേ പാലക്കാട് നിന്ന് വീണ്ടും ജനവിധി തേടിയേക്കാം, ഒരു പക്ഷേ കോൺഗ്രസ് ടിക്കറ്റിൽ തന്നെ, കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം, ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തേണ്ടത്? കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട, പുറത്താക്കിയിട്ടില്ല, സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളെ ആരാണ് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്ന് മാറ്റി നിർത്തേണ്ടത്? അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടത് ആരാണ്? നിങ്ങൾ ഇയാളെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുകയോ ഇദ്ദേഹത്തിൻ്റെ പുറകെ പോവുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശം കൊടുക്കേണ്ടത് ആരാണ്? ഈ നിർദ്ദേശം കൊടുക്കേണ്ടവർ ആരെയൊക്കെയോ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ നിർദ്ദേശം പോകാത്തത്. അതല്ല എങ്കിൽ രാഹുൽ ഇങ്ങനെയൊക്കെ പോകട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അയാളെ പതിയെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരാൾ വീണ്ടും നമ്മളിങ്ങനെ മാറ്റി നിർത്തണ്ടല്ലോ. അപ്പോൾ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് അയാൾ അങ്ങനെ നിൽക്കട്ടെ, എന്നിട്ട് പിന്നെ നിയമസഭാ ഇലക്ഷനൊക്കെ വരുമ്പോൾ അപ്പോൾ നോക്കാം ഈ കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ചർച്ചകളുടെ രീതി എങ്ങനെയാണ് അഭിലാഷാക്കാലോ. ഇതിപ്പോൾ ഇങ്ങനെയാണല്ലോ, ഇനി നാളെയല്ലേ ഇലക്ഷൻ വരും, അടുത്ത ഏപ്രിലിലെ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഇതിങ്ങനെ പോകട്ടെ എന്നുള്ളതാണ് എക്കാലവും കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ ചർച്ചകളുടെയും അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു പ്രോസസ്സിൻ്റെയും രൂപം അങ്ങനെയാണ്. താൽക്കാലികമായിട്ടൊരു മുട്ടുശാന്തി എന്നൊക്കെ പറയുന്നവർ താൽക്കാലികമായിട്ടൊരു ഒരു പ്രതിസന്ധി വന്നാൽ താൽക്കാലികമായിട്ടത് പരിഹരിക്കുക എന്നതിനപ്പുറത്തേക്ക് അവിടെ ഒന്നും നടക്കാറില്ല. അത് ആ പാർട്ടിയുടെ ഒരു ഘടനയും രീതിയൊക്കെ പരിശോധിച്ചാൽ അറിയാൻ കഴിയും, ചില പ്രത്യേക സാഹചര്യങ്ങളിലല്ലാതെ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ തൽക്കാലം നമ്മൾ നടപടി എടുത്തല്ലോ, പിന്നെ കേസുകളൊന്നും വന്നില്ലല്ലോ. കേസുകളൊന്നും വരാത്ത സ്ഥിതിക്ക് പിന്നെ അയാളെ തിരിച്ചെടുക്കേണ്ടി വരുമല്ലോ. തിരിച്ചെടുക്കേണ്ടി വന്ന അയാൾ തിരിച്ചും അയാളെ പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തേണ്ടി വരുമല്ലോ. ആ രീതിയിലുള്ള ചർച്ചകളായിരിക്കും പലപ്പോഴും ഈ കോൺഗ്രസിൻ്റെ സ്വഭാവം അനുസരിച്ച് നടന്നു പോവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അത് ഒന്നുകൂടെ അണ്ടർലൈൻ ചെയ്ത് പറയാം. നമ്മൾ ഈ കാണുന്നത് പോലെ അത്രയ്ക്കൊരു രാഹുലിനോട് അല്ലെങ്കിൽ രാഹുലിനെ ഈ കോൺഗ്രസിൻ്റെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണം, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം, ആ നടപടിയെടുത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ആരെങ്കിലും, എത്ര നേതാക്കൾ അല്ലെങ്കിൽ എത്ര ആ നേതൃനിരയിൽ എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം രാഹുലിനെതിരെ ഇങ്ങനൊരു നടപടി വന്നതുപോലും ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ ഒരു ധാർമ്മികമായൊരു വിഷയം എന്നതിനേക്കാൾ ഉപരി അതിൽ ആ ധാർമ്മികമായ വിഷയം അവിടെ അവസാനിച്ചു എന്ന് കരുതുന്നവരാണ് കോൺഗ്രസിലെ 99% നേതാക്കളും. രാഹുലിനെതിരെ ഒരു ആരോപണം വന്നു, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, മാറ്റി നിർത്തി, ആ ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടില്ല, അത് വളരെ വേഗമായിട്ട് ആരോപണമായിരുന്നു, അപ്പോൾ പിന്നെ അയാളെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ എന്ന് ചോദിക്കുന്നവരാണ് ഞാൻ സംസാരിച്ച കോൺഗ്രസ് നേതാക്കളിൽ 99.9%. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഈ പാലക്കാട് ഈ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുക? എങ്ങനെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാതിരിക്കുക? എങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി ഭരണാധികാരികൾക്ക് മുന്നിൽ വാദിക്കാതിരിക്കുക? അല്ലെങ്കിൽ മറ്റേ നോമിനേഷൻ കൊടുക്കുന്നത് തള്ളിക്കളയുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അദ്ദേഹം എങ്ങനെയാണ് മുന്നിട്ടിറങ്ങാതിരിക്കുക? കാരണം അങ്ങനെ ഒരു സന്ദേശം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടാകണം. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ധൈര്യത്തോടെ ഇറങ്ങുന്നത്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതെല്ലാം എല്ലാവരും പറഞ്ഞത് ഏറെക്കുറെ ശരി തന്നെയാണ്. കാരണം ഇതിലെ പവർ സെന്റേഴ്സിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുടെ കൂടെ ആയിരിക്കാം ഇവർ. അതുകൊണ്ടാണ് ഇവർക്ക് സംരക്ഷണം കിട്ടുന്നത്. അത് ഏത് കൊച്ചുകുട്ടിക്ക് അറിയാവുന്നതല്ലേ.